ഹായ് സോറി കുറേ ആയി പറഞ്ഞു നിങ്ങളോട് ഞാൻ ഇടാം വീഡിയോസ് ഇടാം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പോലും ഞാൻ പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്, നാളെ തന്നെ പ്രോമിസ് ആയിട്ട് ഇടാമെന്നൊക്കെ. സംഭവം പറ്റിയെന്താ വെച്ചാൽ എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ പോന്നുപോയി. അത് പിന്നെ റബ്ബർ ബാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുമ്പം ആണ് വിചാരിച്ചാൽ പിന്നെ റെഡി ആക്കാമെന്ന് വെച്ച് നിന്ന്. അപ്പോഴാണ് എൻ്റെ ലൈൻ കംപ്ലീറ്റ് കട്ടായി, ഫുള്ള് ലൈനായി. കുറേ ലൈൻ, എനിക്ക് എന്തോരോ ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അനക്കാനൊന്നും പറ്റാണ്ടായി. എനിക്ക് ഇവിടെ തൊട്ടാലും ഇടയ്ക്കൊക്കെ മണ്ട്. ജസ്റ്റ് ഒന്ന് ടൈം എടുത്ത് ഞാൻ ഫോൺ മാറ്റാം, ഫോൺ വേറെ വാങ്ങാൻ വെച്ചു. പിന്നെ പ്ലാൻ ചേഞ്ചായി, ഫോൺ വേണം നന്നാക്കാമെന്ന് വെച്ചാൽ നന്നാക്കി. ഇപ്പം 4 ഭാഗത്തും കെട്ട് റബ്ബർ ബാൻഡിട്ട് സെറ്റാക്കി. ഇനിയൊരു നാളെ രാവിലെ ഊരാനുള്ള രീതിയിൽ ആശുപത്രിയിൽ നിന്നൊക്കെ ഇനി വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഞാനിപ്പോൾ എല്ലാം ഓക്കെ. കുറേ ആയി ഞാൻ പറഞ്ഞിട്ട്, ശരിയാണ് പ്രോമിസ് ലംഘിക്കുകയാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ ചെയ്യുക. ഭയങ്കര സ്പാർക്ക് വന്ന് ഇൻസ്പിറേഷൻ വന്ന് കുത്തിർന്ന് റെക്കോർഡ് ചെയ്യാൻ കുത്തിരിക്കുകയാണ്. ഐ എം സോറി. ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ആ മരുന്ന് താഴത്തള്ളിയിട്ട് ആ സ്ട്രെസ്സിലിറങ്ങി താഴോട്ട് പോകണ നമ്മളെ കായിനെ കാണിക്കാം. അപ്പോൾ കായിനെ വയ്യാതെ വന്നിട്ട് നമ്മളെ ചെക്കൻ വന്ന് ചോദിക്കും, ഇതെന്താ മരുന്നെടുത്തിട്ട് കേട്ടോ ഓടിപ്പോണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട്, ഇത് ആൻസിറ്റിൻ്റെ മരുന്നല്ലേ പറഞ്ഞിട്ട് ഇതിനെങ്ങനെ സ്ട്രെസ് ആവുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, ഇതൊക്കെ ഈസി ആയിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയും. നമുക്ക് കുറച്ച് സംസാരിക്കേണ്ടി പറയും. അങ്ങനെ ചെക്കൻ ഇങ്ങനെ ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ചോദിക്കും, നിക്രോസിൻ്റെ ആ ഒരു കോപ്പി കാണിച്ചിട്ട്, മാങ്ങേൻ്റെ കോപ്പി കാണിച്ചിട്ട് പറയും, എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ ഇല്ലല്ല എനിക്കറിയില്ല, ഇത് മുമ്പേ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ നിങ്ങൾ ശരിക്കും ആലോചിക്കുന്ന ഒരു വയലൻ്റായ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒന്നും കമ്പാരിറ്റീവ്ലി അതൊന്നും അല്ല, എൻ്റെ വേറെ ഓപ്പോസിറ്റാണ് അത് വെച്ച് നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയിക്കും. അതിൻ്റെ അപ്പുറത്തുണ്ടാവും എഡിറ്ററാണെന്ന് പറയുന്നത്, ഇത് ഞാൻ എവിടെയോ കണ്ട സ്റ്റൈലിൽ പോവാണ്, ഒരു ഓൾഡ് വർക്ക് പോലാന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോണ്ടോ, ഞാൻ ഇങ്ങനെയൊന്നും വരയ്ക്കൂല. കായ് ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനൊന്നും വരയ്ക്കൂല, ഇങ്ങനെയൊക്കെ വരയ്ക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ഫാൻസ് പോയിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഓഫീസർ ഓടി വന്നിട്ട് പറയും, എഡിറ്റർ പറയുന്ന ഈ സ്റ്റൈല് മനസ്സിലായിട്ടുണ്ട്, കായ് ആർട്ടിസ്റ്റ് കായിനെ പോലെ ഉണ്ടെന്ന് പറയും. ഈ ഒരുമാതിരി ഇങ്ങനെ ആയിട്ട് പറയൂ, തെറ്റിദ്ധരിച്ചയക്കും. അപ്പോൾ എഡിറ്റർ പറയും, ചിലപ്പോൾ അതായിരിക്കും, ഞാൻ കുറേ കായ് ഇങ്ങനെ ഒന്നും ചെയ്യല്ല, കായ് ഇങ്ങനെ പരീക്ഷിക്കലും കൂടി ഇല്ല, ഞാൻ ചിലപ്പോൾ എനിക്ക് മാറിപ്പോയേക്കും, കുറേ ആർട്ടിസ്റ്റ് വരയ്ക്കലുണ്ടല്ലോ ഒരുപോലെ എന്നൊക്കെ പറയും. അപ്പോൾ ഓഫീസർ ഓ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിടും കേട്ടോ. അങ്ങനെ അവൻ്റെ പിന്നാലെ ഒന്നും പറയാണ്ട് പിന്നെ ഇവൻ്റെ പിന്നാലെ ഇവർ സൂക്ഷ്മദർശികളായിട്ട് കായിനെ ഇങ്ങനെ കൊണ്ടു നിൽക്കും. കായ് ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോകുമ്പോൾ ഉണ്ടാവും അവിടെ ഒരു പിന്നെ നമ്മളെ ഇടവഴി കൂടെ പോകുമ്പോൾ ഉണ്ടാവും ഒരു പൂച്ചക്കുട്ടീനെ കണ്ടിട്ട് പൂച്ചക്കുട്ടീനെയൊക്കെ എടുത്തിട്ട് തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മളെ ചെക്കന്മാർ സൂക്ഷ്മദർശിനികളെ പോലെ നോക്കിയിരിക്കും. അപ്പോൾ അതിൽ ഓഫീസർ ചോദിക്കും, എന്തിനാ നമ്മൾ ഇവനെങ്ങനെ നോക്കുന്നത്, ഇവനെ സംശയിക്കാൻ മാത്രം എന്താ ഉള്ളത് ചോദിക്കും. അപ്പം ഇവൻ പറയും, നമ്മളെ ചെക്കൻ പറയും, സാധാ ആൾക്കാർ ഒരു പോലീസ് സംശയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രക്കൊന്നും പാനിക്കാവില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സീക്രറ്റ് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പാനിക്കാവുള്ളൂ. ഓൻ സേഫാന്ന് വിചാരിക്കുമ്പോൾ ഓൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം, ഓൻ ഇടന്ന് താമസിക്കാൻ നമ്മൾ നോക്കാമെന്ന് പറയും. അങ്ങനെ കായിനെ ഫോളോ ചെയ്ത് അവൻ്റെ വീട്ടിലെത്തും. അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ എല്ലാവരും കൂടി കാണിച്ച് എല്ലാവരും കൂടെ നിന്ന് നിൽക്കുമ്പോൾ ഓഫീസർ ചോദിക്കും, ചെക്കനോ പറയും, ഓൻ്റെ പഴയ വർക്കൊന്നും കിട്ടിക്ക്, ഓൻ അങ്ങനെ വർക്ക് വേറെ പോലത്തെ പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ഇപ്പം ഞാൻ എന്തെങ്കിലും ഓൻ്റെ പഴയതുണ്ടെങ്കിലും അത് നമുക്ക് നോക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചെക്കൻ പറയും, നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറത്തേക്ക് പോകാനുള്ള പ്ലാനിലാണെന്ന് പറഞ്ഞിട്ട് അവൻ സിഗരറ്റ് വലിക്കുന്നത് എങ്ങനെ നോക്കി ഓനങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഓൻ്റെ വയ്യാലെ കുറച്ച് ആൾക്കാരും പോകും. നമ്മളെ ചെക്കനും മറ്റേ അവൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കൊളീഗും അങ്ങനെ എല്ലാ കാര്യത്തിനും കൂട്ടിക്കുന്ന ഒരു സാധനമുണ്ട് ഓഫീസർ. അപ്പോൾ ഓൻ്റെ കൂടെ ഒരു വീട് പൊളിക്കാൻ നിൽക്കും. ഓഫീസർ ചോദിക്കും, ഇത് പ്രശ്നമാവില്ല, നമ്മൾ വാറൻ്റി ഒന്നും ഇല്ലാണ്ടാണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഓനും കൂടി അറിയില്ല, നമ്മൾ ഉള്ളിൽ കയറുന്നു ഇറങ്ങുന്നു അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ശരി. അങ്ങനെ 2 കൂടി വെളുക്കും കത്തിച്ച് കയറും. അപ്പോൾ ഇതെന്ത് റൂം, അത് പേടിപ്പെടുത്തുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഓൻ ചാടി കയറി അവൻ്റെ ഡെസ്കിൽ പോയി കുത്തിരുന്നിട്ട് ഓൻ റിമോട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കും. അപ്പോൾ എന്നിട്ട് ഓഫീസർ പറയും, നമുക്ക് ഡിലീറ്റ് ചെയ്ത ഫയൽസൊക്കെ ഇതിലേക്ക് സ്റ്റോർ ആയിക്കോളും. അങ്ങനെ നോക്കും. അപ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ വെളിച്ചം നടിച്ചിട്ട് അവൻ്റെ ഡെസ്കിലേക്ക് പോയി നോക്കുമ്പോൾ ഉണ്ടാവും ചെക്കൻ ഒരു ഡയറിയാണ്. അതിങ്ങനെ മറച്ചു നോക്കുമ്പോൾ നമ്മളന്ന് ഫോട്ടോ എടുത്ത നമ്മളെ കായും ചെക്കനും ഫോട്ടോ എടുത്ത ഒരു പിക്ചറില്ലേ, അതിങ്ങനെ സേഫായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓഫീസർ ഇങ്ങനെ, ഇത് ഫാൻ ഫോട്ടോ അല്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ നോക്കുമ്പോൾ, അല്ലേ ഇത് നിങ്ങളല്ലേ, അപ്പോൾ അത് ജാക്കറ്റിൽ സൈൻ ചെയ്ത് തന്ന ഈ ചങ്ങായില്ലേ, ഓ നിങ്ങൾ മാങ്ങൊക്കെ വായിക്കില്ലേ, നിങ്ങൾ പറഞ്ഞിട്ടേ അല്ലേ പറയുന്നു, നമ്മൾ പേട്ട എന്തിനാ പറഞ്ഞത് അത് നോക്കുന്നു പറഞ്ഞിട്ട് പറയാം. അപ്പം ഉണ്ട് വിളിച്ചറിയും, കായും തിരിച്ച് വരുന്നുണ്ട് പറയും. അങ്ങനെ വരും പാഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴേക്കും ആ ഫോട്ടോ താഴെ വെക്കും. ഓനെ എടുത്തേക്കാൻ വേണ്ടി ചെക്കൻ ചാഞ്ഞ് പോകുമ്പോഴേക്കും നമ്മളെ ചെക്കൻ വായിലോർക്കും. എന്നിട്ട് മെല്ലെ അലമാര ഒളിച്ചിരിക്കുമ്പോണ്ടാവും കായിക്ക് മനസ്സിലാവും ആരോ വന്നിക്കണെന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ആരെങ്കിലും കയറി നമുക്ക് മനസ്സിലാവും നമ്മുടെ റൂമിലേക്ക്.
എനിക്ക് മനസ്സിലാവില്ല, മനസ്സിലാവും. അപ്പോൾ അങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കി ഓൻ്റെ പെട്ടിയിൽ നിന്ന് മറ്റേ ഹാമർ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞ അൽമാറയിലേക്ക് പോയി അടിക്കാൻ നിൽക്കുമ്പോൾ ഒരു ഫോൺ വരും. ഞാനത് വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ചെക്കൻ രക്ഷപ്പെടും. അതിന് ശേഷം പുതിയ ഇന്ത്യൻ ലൈഫിലേക്ക് കയറി ചെല്ലും നമ്മൾ ഇൻസ്പെക്ടറിൻ്റെ നമ്മൾ ചെക്കൻ്റെ അനിയത്തിൻ്റെ അന്ന് ആ കമ്പനിയായ പെണ്ണിനെ കാണിക്കും. കമ്പനിയായ പെണ്ണിൻ്റെ അമ്മയൊക്കെ കൊണ്ടാക്കി ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ പെണ്ണിക്കും ഫുഡ് കഴിച്ച് ചോദിക്കും. അങ്ങനെ ഹായ് നേരത്തെ ഫുഡൊക്കെ കഴിച്ച് ചോദിക്കുമ്പോൾ അവർ ഇല്ല കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഓളൊരു ജ്യൂസ് കൊണ്ടു കൊടുക്കും. ഞാൻ ലൈക്ക് ഔട്ട് ഓഫ് ദ സിലബസ് ഞാൻ ആലോചിക്കാം, ഒരു ജ്യൂസ് കുടിച്ചാൽ വിശപ്പം മാറും. എനിക്കൊക്കെ രാവിലെ തന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് ലൈക്ക് നമുക്ക് തിരക്കെടുക്കുമ്പോൾ എന്ത് മുമ്പിലുണ്ടെങ്കിലും പത്തിരിയാണെങ്കിലും എന്തിട്ടില്ല നമുക്ക് തിന്നാൻ തരണ്ടല്ലോ. എന്തെങ്കിലും കഞ്ഞിയൊക്കെ കുടിച്ച് മണ്ടി പോയാൽ പോലും എനിക്ക് വിശപ്പം മാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ജ്യൂസിൽ ആ വിശപ്പൊക്കെ എത്താനുള്ള ഒരു കുരുക്കടി. ലൈക്ക് ഔട്ട് ഓഫ് ദ സിലബസ് ആണ്. ആവശ്യം വേണ്ടി വർത്തമാനം പറയുന്നത് അറിയാം. ഔട്ട് ഓഫ് ദ സിലബസ് വിട്ടാൽ അങ്ങനെ ഒരു ക്യാബിലേക്ക് ഇങ്ങനെ വണക്കം പറഞ്ഞിങ്ങനെ കയറി ചെല്ലുമ്പോണ്ടോ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നമ്മളോടൊന്നും നല്ല തുന്നാന്ന് തോന്നുന്നുണ്ട്. തുന്നു പറയുന്നില്ലല്ലോ, ടൗൺ പറയുന്നില്ലല്ലോ, എന്താ ചെയ്യേണ്ടതെന്നൊന്നും നമ്മൾ ചെയ്യുക. അവരോടൊക്കെ പറഞ്ഞാലോ, നമുക്ക് എന്തെങ്കിലും പറയേണ്ടി എന്നൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുമ്പോണ്ടോ ഓനൊരു കെട്ടുമായിട്ട് മുമ്പ് വന്നിട്ട് ഈ 2 കേസുമായിട്ട് ഈ മാങ്ങ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും കോയിൻസിഡൻസ് അല്ല ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടെത്താൻ പറയും. എന്നിട്ട് ഓൻ പറയും ഞാൻ യങ്ങറോ ലൈക്ക് ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ വലിയ കുട്ടിയോ അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ നോക്കുന്നത്, ഞാനിത് ആരാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്, അതനുസരിച്ചിട്ടാണ് എൻ്റെ ഇതിൽ മൈൻഡിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് അല്ല അതിൽ നോക്കുമ്പോൾ ഒരു കെട്ടുണ്ടാവും. ഒരു വീക്കിലേക്കുള്ളതുണ്ടല്ലോ, അതൊക്കെ മറച്ചൊക്കെ നമ്മൾ കണ്ടെത്തണം, നമുക്ക് ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കോഫിയൊക്കെ എടുത്ത് വെക്കുന്നതിനെക്കാട്ടും നല്ല പണിയല്ലേ ഇതെന്നൊക്കെ പറയും മറ്റേ ഫ്രണ്ട് നമ്മളെ. അപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യും. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൂടെ നോക്കുമ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കാം. ഞാനും കുറച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് കറക്റ്റ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഞെട്ടിപ്പോണം. നമ്മളെ വലിയൊരു സെറ്റാക്കണം എന്നൊക്കെ പറയും. അങ്ങനെ കുറച്ച് നോക്കുമ്പോണ്ടാവും പ്രിയുവിനൊരു ഇത് കിട്ടും, നമ്മളെ ചെക്കൻ്റെ അനിയത്തിക്ക് ഒരു ഇത് കിട്ടും. എന്ന് വെച്ചാൽ എല്ലാം നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ സെയിമാണ്, എക്സാക്റ്റ് കാര്യങ്ങളാണ്. ആ ഒരു മാങ്ങയിലുള്ള അതേ കാര്യം തന്നെയാണ് ഇപ്പം കില്ലറും എക്സാക്റ്റായിട്ട് ആ ഒരു സെറ്റപ്പൊക്കെ, അതേ റോപ്പ്, അതേ മുറിവുകളും ഒക്കെ അതൊക്കെ എക്സാക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് പറയും നല്ലോണം ഗ്രാഫിക്കായിട്ട് അഡിക്റ്റഡ് ആണെന്ന് പറയില്ല. അപ്പോൾ ഞാൻ എനിക്കെൻ്റെ ലൈഫിൽ എനിക്കൊന്നും സൂപ്പർ പവർ ഇല്ലാന്ന് തോന്നിയപ്പോൾ എനിക്കെന്തോ ഒരു കംഫോർട്ട്, എനിക്കെന്തോ ഒരു സുഖം കിട്ടിയതാണ് ഈ മാങ്ങ, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വായിക്കുക അങ്ങനെയൊക്കെ പറയും. അങ്ങനെ നമ്മളെ മറ്റേ ചെക്കന്മാരെ കാണിക്കുക. ചെക്കന്മാരെ മറ്റേ നിരീക്ഷണത്തിൽ സൂക്ഷ്മദർശിനി പോലെ നിരീക്ഷിക്കും വേണ്ടാവും. മറ്റേ ഓഫീസർ എടുത്തിട്ട് അതിനെ കുറുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം എടുത്ത് തിന്നിട്ട് മനസ്സിലാക്കത്തൊരു ഒരു ഫിഷി ടേസ്റ്റ്, ലൈക്ക് മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നോക്കുമ്പോൾ പൂച്ച കൊടുക്കുന്ന ഫുഡ് അത് ചോദിക്കുമ്പോൾ പൂച്ച കൊടുക്കുന്നത് അപ്പോൾ ഇതെന്ത് ഇല്ലെന്ന് പറഞ്ഞിട്ട് തുപ്പിക്കാളും. കായ് ആണെങ്കിൽ ആ പൂച്ചേൻ്റെ അടുത്ത് പോയി വെക്കുമ്പോൾ പൂച്ചനോട് പറയും എനിക്ക് ഫുഡ് ആരും തന്നില്ലേ ഇന്ന് ലക്കിയാന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെക്കൻ വായി നോക്കി നിൽക്കാം. അപ്പോൾ ചെക്കൻ ഓഫീസറിന് ഒരു കോൾ വരും, നമുക്ക് IP അഡ്രസ്സ് കിട്ടി, കായ് IP അഡ്രസ്സിൽ കയറി ഓൻ്റെ പ്ലേസിൽ നിന്ന് നിക്രോസ് എന്ന് പറഞ്ഞുള്ള ബ്ലോഗിൽ കയറിയിട്ടും ഇറങ്ങിയിട്ടും തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അത് ഈ ചെങ്ങായിനെ പറയുമ്പോൾ നമ്മളെ ചെക്കനെ പറയുമ്പോൾ ചെക്കൻ പറയും വാറൻ്റ് ഉണ്ടാക്കി ഓനപ്പം തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. നമ്മളെല്ലാ ആൾക്കാരോടും പറയുന്ന പറയും. അങ്ങനെ എല്ലാവരോടും പറയുമ്പോൾ ഇവനെ പിടിക്കാൻ വേണ്ടി വരുന്ന കാണുമ്പോൾ പേടിച്ച് മണ്ടിയാളും. കായ് മണ്ടിയിട്ട് ഇതിനെക്കാട്ടും മുന്തിയ സ്ഥലത്തെടുത്ത് പോയി പെട്ടു. അപ്പോൾ ഓരെടുത്തിട്ട് കായിനെടുത്ത് മേടും നല്ല കൊട്ടും. അപ്പോൾ നമ്മളെ ചെക്കന്മാർ വന്ന് നോക്കുമ്പോൾ ചെക്കന്മാർ പറയും കാണാനല്ല, ഇവിടെ ഒന്നും കാണാനല്ല, ഇവിടെ പോയി തോന്നുന്നു, എല്ലാവരും പിരിഞ്ഞ് തപ്പെന്നൊക്കെ പറഞ്ഞ് തപ്പുമ്പോണ്ടോ ഇവനിവിടെ നല്ല മേടിലേക്കും. എൻ്റെ പൈസയുടെ ഒന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ഇന്നലെ തന്നില്ലേ, എൻ്റെ അടുത്തൊന്നും ഇല്ല അറിയാം. പിന്നെ ഇന്നലെ തന്നൊന്നുമില്ല ചോദിക്കും, എൻ്റെ ഫുൾ പൈസ എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നല്ല തല്ലേക്കും. അപ്പോൾ എൻ്റെ അച്ഛന് വാങ്ങിയ പൈസ അച്ഛൻ മരിച്ചിട്ടുള്ളൂ, അച്ഛൻ്റെ കടം മരിച്ചിട്ടില്ല, ഇങ്ങനെ തരണമെന്ന് പറഞ്ഞ് നല്ല മേടും. എന്നിട്ട് അവൻ്റെ ഇത് ബാഗ് എടുത്ത് നോക്കുമ്പോൾ ഓൻ്റെ ബാഗിൽ ഹാമർ ഉണ്ടാവും. ഇതെടുത്തിട്ട് ഈ വേറെ എന്തോ വൈക്ക് നമ്മളെ ഇതിന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓന അതും വെച്ചിട്ട് നല്ല ചവിട്ട് കൊടുക്കും. ഓനെന്തോ ലൈക്ക് എന്തോ ആ ഒരു മ്യൂസിക്കും ആ ഒരു ഇതുണ്ട് അതിൽ. ഓൻ്റെ കയ്യിലെ മുഖം കാണാം, പാവം ഇതിനൊക്കെ ഒരു കില്ലർ എന്നൊക്കെ പറയും. ഞാൻ വിശ്വസിക്കില്ല. അമ്മമാരി എന്തോ പോയി കഴിഞ്ഞിട്ട് ഓനാകും കൊണ്ട് ഇങ്ങനെ എന്തോ ദേഷ്യം പിടിച്ചിട്ട് ഓൻ ആയിട്ടങ്ങൾ തച്ചാലോന്ന് വെച്ചാൽ പോവുമെങ്കിലും ഓനെ കയ്യാണ്ടോ വല്ല കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവും ഒന്നും അറിയാണ്ട് ഭ്രാന്തം വന്നിട്ട് തൂക്കം പിടിച്ചിട്ട് കയ്യിലോട് പറയേണ്ട കയ്യിലുള്ള സാധനം താഴത്തേക്ക് ഇടണോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പിക്കും, പേടിപ്പിക്കും. ഓനാണ് ആ മയക്കത്തിൽ എന്തോ മയങ്ങി വരിക, ലൈക്ക് അവർക്കൊക്കെ താഴെ വീണു ഇങ്ങനെ മെല്ലെ ഓരോ മേലേക്കൊക്കെ ഒന്നും തോന്നുമ്പോൾ അയ്യോ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒന്നുമില്ല നിഷ്കുനാണല്ലോ നിങ്ങൾ സംശയിക്കുന്നതെന്ന് തോന്നിപ്പോവും.
കസ്റ്റഡി കിടക്കുന്ന കായനെ കാണിക്കുന്നത്. കായൻ്റെ അടുത്ത് ചെക്കൻ വന്നിട്ട് പറയാം, ഡോക്ടർ പറഞ്ഞ കാക്ക് വർത്തമാനം പറയാൻ കഴിയും, എനിക്കൊരു കുഴപ്പമില്ല, ഹെഡിൽ ചെറിയൊരു ഇഞ്ചുറി മാത്രമേ ഉള്ളൂ, ചെറിയ ബ്ലഡ് വന്നൊക്കെ അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. 5 വർഷത്തിൽ 5 പേരെ എനിക്ക് എന്നെ എന്താ വിളിക്കേണ്ടത്? ആത്മ, കേസ് ക്യൂബിഡ്, മിസ്റ്റർ കിൽ, എന്താ വിളിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാ. നിക്രോസ് ബ്ലോക്കിൽ ഈ കയറിക്കുന്നുള്ള എത്ര വട്ടം കയറിപ്പോയിക്കുന്നു എനിക്കറിയാം, ശരിയല്ലോ ചോദിക്കും. അപ്പോൾ ചെക്കൻ പറയും ആന്ന് പറയും. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് കറക്റ്റ് എൻ്റെ അല്ലേ, ഈ കുറേ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയും. ഈ ഇപ്പം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു സീരിയൽ കില്ലർ മറ്റേ പിക്ചേഴ്സ് കാണിച്ചിട്ട് ഈ സീരിയൽ കില്ലറിൻ്റെ ഏറ്റവും വലിയ പുള്ളി ഇജ്ജായിക്കിന് പറയും. അപ്പോൾ കണ്ടിട്ട് എന്തോ ലൈക്ക് ഒരുമാതിരി ഓൻ ചെയ്യാത്ത പോലെ തന്നെ അവനോ നിൽക്കണം, ഒരുമാതിരി എന്തൊക്കെയോ കടന്ന് വേർക്കും. എന്നിട്ട് ഇപ്പം എന്താ എൻ്റെ കഥയൊക്കെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും ഞാൻ ആൾക്കാരെ ചോദിക്കട്ടെ, എനിക്ക് എന്താ ഇടവിലൊക്കെ പണി? ഈ പോലീസുകാരെ കണ്ടപ്പോൾ ഇന്ന് ഇറങ്ങി ഓടിയേ എന്തൊന്നും പറയാല്ലേ? പറയും ഞാനൊന്നും ചെയ്തില്ല, കൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നെറ്റിച്ചിട്ട് പറയും, അപ്പം എൻ്റെ ഹാമറിൽ കണ്ട ബ്ലഡ് ആരതാ? ഈ പാതിരാത്രിക്ക് എനിക്ക് എന്താ അവിടെ പണി? എൻ്റെ ഹാമറൊക്കെ ഇതിനെ കൊണ്ടെടുക്കുന്ന ഇജ്ജ് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല, ഞാൻ സെൽഫ് ഡിഫെൻസിന് വേണ്ടി കൊണ്ടെടുക്കാമെന്ന് പറയും കായ്. അപ്പോൾ ഓക്കെ കടക്കാർ എന്നിട്ട് ആ മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഒരു കടക്കാരെ പേടിച്ചിട്ട് ഈ ഹാമർ കൊണ്ടെടുക്കുന്നത്, ഹാമർ ഒരു ടെസ്റ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എങ്ങനെ എൻ്റെ മാങ്ങയായിട്ട് കണക്ട് ചെയ്യുന്നത് ചോദിക്കും. എനിക്കറിയില്ല, ഇതൊക്കെ ഒരു ഇമാജിനേഷനിൽ ഞാൻ വരച്ചാണ്, സത്യം എനിക്കൊന്നും അറിയാം, ഞാൻ ആരെയും കൊന്നിട്ടില്ല അറിയും. അപ്പോൾ ഇവൻ പറയുന്നത് ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഓനിങ്ങനെ ചെക്കനവിടെ കണ്ണാടിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പോലീസുകാർ ചെക്ക് ചെയ്തിട്ട് പറയും ശരിയാണ്, 20 വർഷം മുമ്പുള്ള തായ് ബാങ്കിൻ്റെ സസ്പെക്റ്റാണ്, കട്ട ഫ്രോഡാണ് അവൻ്റെ അച്ഛന്, കുറേ മുക്കിയിട്ടുണ്ട്, അതിൻ്റെ പൈസയൊക്കെ അടിക്കുന്നത് ഇവനാണ്. ഇപ്പം ആ വെപ്പൻ്റെ കാര്യം എന്തായി ചോദിക്കും. അപ്പോൾ ഒരു വെപ്പൻ്റെ നോക്കുന്നുണ്ട്. അപ്പം എന്തായാലും വെള്ളം വേണ്ട, അവൻ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവണം അവർ. ആ സമയത്തേക്ക് ന്യൂസ് കാണിക്കുക. ആ ന്യൂസിൽ പറഞ്ഞില്ലേനോ ഒരുപോലെ ഉണ്ട്, ഇവള് പറഞ്ഞില്ലേ ഒരേപോലെ ഉണ്ടെന്നുള്ള അതേ കറക്റ്റ് കാര്യം ന്യൂസിൽ വരും. അപ്പം ഇവളിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇതിങ്ങനെ നിൽക്കുന്നത് ഇതായിട്ട് നിൽക്കുക. അപ്പം എനിക്കെന്തോ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു എന്ത് കൺഫ്യൂഷൻ, നമുക്കത് തിന്നാൻ പോയാലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓൾ ഐ ഡി കാർഡ് തരുക, അത് വായിച്ചിങ്ങനെ വായിക്കും. ടരീഖാനും മറ്റും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കുടുംബ പേരിക്കും. ആ വായിക്കുമ്പോഴേക്കും അവൾ ആ ഐ ഡി കാർഡും പഠിച്ച് മുന്നോട്ട് കയറി ടെറസിലെത്തിയിട്ട് ഓൾ പറയാൻ തുടങ്ങി. തായ് ഇൻവെസ്റ്റ്മെൻറ്റ് കേസിൻ്റെ വൃത്തികെട്ടൊരു പോലീസായിരുന്നു എൻ്റെ അച്ഛൻ. കുറേ ആൾക്കാർ മെച്ചുക കൊല്ലം മരിച്ച ആൾക്കാരുടെ ഒക്കെ എൻ്റെ അച്ഛനാ കാരണം എനിക്കറിയാം. ആ ഒരു ശാപം എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു, ഇനിയിപ്പോൾ ഞങ്ങളെ രണ്ടാളും എന്നെയും ചേട്ടനെയാണ് പിൻവരുന്നത് എന്നൊക്കെ പറയും. അവന് അച്ഛൻ ആരാന്ന് വെച്ചിട്ടല്ല അന്യ എൻ്റെ ചേട്ടനൊന്നും പറയുന്നത്. സർനെയിം ഒരു കാര്യമില്ല, അതൊക്കെ ഒരു ബാഡ്ജാണ്. ഇച്ചെന്താ ചെയ്യുന്നത് അതാണ് എനിക്ക് വരും മുന്നോട്ട് പോവുക, അല്ലാണ്ട് അച്ഛൻ ചെയ്തിരിക്കുന്നത് അതൊന്നുമല്ല എൻ്റെ മുന്നോട്ട് പോവുക. എനിക്കൊരു കൂൾ ഫ്രണ്ട്. അടുത്ത കസ്റ്റഡിയിൽ നിൽക്കുന്ന നമ്മളെ കായെ കാണിക്കുക. കായ് അങ്ങോട്ടും ഇങ്ങോട്ടും മേലങ്ങനെ നടക്കിയേക്കും. അപ്പോൾ നമ്മളെ ഓഫീസർ ഇങ്ങനെ ഓനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ചെക്കൻ കയറിയല്ലോ, ചെക്കൻ ഇങ്ങനെ വരുമ്പോൾ പറയും ഓൻ തിന്നിട്ടുമില്ല, ഒന്നും പറയുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല, ഓൻ ഇങ്ങനെ നടക്കന്നെന്ന് പറഞ്ഞിട്ട് കായ് ഇങ്ങനെ നടന്നിട്ട് കായ് ആ ഒരു ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ഓൻ പറയൂ എനിക്ക് മനസ്സിലാക്കി ക്ലൂ കിട്ടി, അടുത്ത വിക്ടിം ആരാന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരോ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിയേക്കും. കായ് പറഞ്ഞു കൊടുക്കും എനിക്കൊരു ക്ലൂ കിട്ടിക്കണം എന്നുവെച്ചാൽ ഈഗോക്ക് വേണ്ടിയിട്ടല്ല ഈ കില്ലർ എന്തായാലും എൻ്റെ മാങ്ങ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, എന്തോ നിങ്ങളുമായിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്, ക്ലൂ വെച്ചിട്ടാണ് പോകണം എല്ലാ ക്രൈമിലും. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഫസ്റ്റ് നോക്കുമ്പോൾ ഇങ്ങനെന്തോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലെ നോക്കുകയാണെങ്കിൽ പോലും ഇത് ആ ഒരു 10 എന്നുള്ള നമ്പർ സൈൻ ചെയ്യുന്നുണ്ട്. 10 അപ്പം ചോദിക്കും എന്താ 10 എന്നുള്ളത്. 10 എന്ന് പറഞ്ഞാൽ നിക്രോസിലെ ചാപ്റ്റർ 10 അതുപോലെയാണ് ഇയാളെ കൊന്നത്. ഇപ്പം അങ്ങനെ എന്തൊക്കെ പറയണം, മൊത്തം ബ്ലഡാണല്ലോ, ആ വിക്ടിം തലയിൽ ബ്ലഡ് പോയിട്ട് അതിൽ നിന്ന് എന്തോ രക്ഷപ്പെടാൻ വേണ്ടി കളിക്കുന്ന പോലെ തോന്നില്ലേ. അതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ്സ് ആയി ഉണ്ടാവും, അല്ലാണ്ട് വേറെ കോയിൻസിഡൻസ് ഒന്നുമില്ല. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി പറയാമെന്നറിയോ ഓഫീസർ പറയൂ. എൻ്റെ തിയറി ശരിയാണെങ്കിൽ എന്നാൽ എനിക്ക് പറഞ്ഞുകൊണ്ടാ സെക്കൻഡ് കേസ് എങ്ങനെ എന്ത് ക്ലൂ ആണോ ഒട്ടേച്ച് പോയെന്ന് പറയും. അപ്പോൾ ഒരു 10ാമത്തെ ചാപ്റ്റർ പോലെയുള്ള ഇപ്പോഴത്തെ ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്റർ പാനലാണ് ഞാൻ കവർ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ 14ാമത്തെ ചാപ്റ്ററാണ് നിക്കോൾസിലതാണ് ഫോളോ ചെയ്യുന്നത് പറയും. അപ്പോൾ 14ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് വേണ്ടി ഇവർ റിക്കവർ ചെയ്തിട്ടുള്ള ഇതിൽ പോയി നോക്കുമ്പോൾ കുറേയൊക്കെ ഡിലീറ്റ് ആക്കി എന്നൊക്കെ പറയും. ഇവർ തപ്പി നോക്കുമ്പോൾ 14ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് പറയും. ഫേമസ് ലോയറായിരിക്കും അയാളെ വാക്കുകളിനോടൊക്കെ മോശമായിട്ടുള്ള കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തും. എന്നിട്ട് ലോസ് എന്നൊക്കെ എടുത്ത് ഈ വൃത്തികെട്ട ലോയേഴ്സ് ഉണ്ടാവില്ല ഓരിക്കും നിക്രോസ് പോയി ചെന്ന് കൊല്ലും ആ ചങ്ങായിനെ. എന്നിട്ട് അയാളെ തൊള്ള തുന്നും, ഇനി ഒരിക്കലും ഒരു കള്ളവും പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അടുത്തത് തോന്നുന്നു എന്തായാലും വള്ളി പിടിക്കുന്ന ഒരു ഡിഫൻസ് ലോയർ തന്നെ ആയിരിക്കും പറയും. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇൻസ്പെക്ടർ മനസ്സിലാവും എന്തായാലും ഞാൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ സിവിൽ സർവൻറ്റ് ബിസിനസ് മാന് നിക്കോസ് ചാപ്റ്റർ പോലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ തേര് ചിലപ്പോൾ ശരിയായിരിക്കും വരും. അപ്പോൾ ഓഫീസേഴ്സ് പറയും ഇപ്പോൾ എത്ര വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കള്ളം പറയുന്ന ഓഫീസേഴ്സിനൊക്കെ അല്ല ലോയേഴ്സിനൊക്കെ കണ്ടെടുക്കുക, എന്തോരം ലോയേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ളത് പറയും. അപ്പോൾ ഒരു കില്ലർ എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ടാണ് ആൾക്കാരെ കൊള്ളും, ഒന്ന് പ്ലാൻ ചെയ്ത് അതിനായിട്ടുള്ള
സമയം നോക്കിയിട്ട് അതിനായിട്ടുള്ള സ്ഥലം നോക്കിയിട്ടാണ്. അപ്പം കില്ലർ എന്തായാലും നിക്രോസിലെ പോലെ തന്നെ സെറ്റാക്കാൻ വേണ്ടി ടൈം എടുക്കും. അപ്പോൾ നമ്മൾ എന്തായാലും വൈഡായിട്ട് റേഞ്ചിൽ ആരാണോ ലോയേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ലോയേഴ്സ് ഉണ്ടെങ്കിൽ തപ്പി കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുമോ. അങ്ങനെ 5 ലോയേഴ്സിൻ്റെ പേരിട്ടു. ഇത് തപ്പി കിട്ടിയതിന് ശേഷം കായിനെ കാണാൻ വേണ്ടി പോകും. കായ് ആണെങ്കിൽ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ കായ്ക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട. കായിനോട് പറയും, എൻ്റെ സസ്പെക്റ്റ് ഇങ്ങനെ ഫുഡ് കഴിക്കണം, കെയർ ചെയ്യണം എന്നൊക്കെ പറയാൻ എനിക്ക് ഇതില്ല, പക്ഷെ എന്തായാലും ഞാൻ പറയാം. അപ്പം എന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പറയും. അപ്പം ഇവൻ ചെന്നിട്ട് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് ഓൻ്റെ ആ ഒരു ഇതില്ലേ, നമ്മളെ വിലങ്ങ് എന്ത് ചെയ്തു ഓൻ്റെ കൈയായിട്ട് മാച്ചാവും. അവന് ഊരാൻ നിൽക്കുമ്പോൾ എന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. പറഞ്ഞു അല്ല എന്നിട്ട് പറയും, എനിക്ക് എന്നെ 24/7 എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ലോയറിനെ കണ്ടെത്തുന്ന വരെയെങ്കിലും എനിക്ക് ഉറപ്പ് വരുത്തണം ഇജ്ജൊരു ഇടങ്ങേറും ഉണ്ടാക്കണില്ല എന്ന്. ഞാൻ എന്തായാലും ഞാൻ എവിടേക്ക് പോകണം അവിടെ ഈ വരിക, ഞാൻ തിന്നണമെങ്കിൽ തിന്നണം, ഞാൻ കിടക്കുകയാണെങ്കിൽ അവിടെ കിടക്കണം. അപ്പോൾ പറഞ്ഞു എനിക്ക് ടോയ്ലറ്റ് പോകണമായിരിക്കും. പറഞ്ഞു ഞാനും വരും. ശരിക്കും ചോദിക്കാം ഒരു ചെങ്ങനെ ഓടിപ്പോകാൻ ഞാൻ നോക്കുകയാണ്, ഞാൻ എൻ്റെ കാലിൽ വെടിയൊക്കെ വരും. അപ്പോൾ പിന്നെ ഇവർ ഒരു കാറിൽ ഇവനെ കൊണ്ടുപോകണമാണ്. അപ്പം അങ്ങനെ ഉറങ്ങി വീകുണ്ടാവും അങ്ങനെ. ചെക്കൻ പറയും ഇനി എങ്ങനെയാണ് ഹാമറോട് തലക്കടിച്ച് കൊല്ലണം നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുമാതിരി പറഞ്ഞതിന് ശേഷം നമ്മളൊരു ഒരു എക്സ്ട്രാ സീൻ കാണിക്കുമായിരിക്കും. ഇതിന് മുമ്പുള്ള ഒരു സീന് കാണിക്കുകയാണ്. ഇങ്ങനെ ഷോപ്പിൽ പെറ്റിന് വേണ്ടി തീറ്റ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഒരു പൈസ എല്ലായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ സാധനം നമ്മളെ ചെക്കൻ വാങ്ങിയിട്ട് അതിന് ബില്ലടിക്കുന്ന ഒരു സീൻ കാണിക്കും. എപ്പം ആ സൂക്ഷ്മദർശിനിയിൽ നിന്നപ്പോൾ. ഓക്കെ, ഇതുവരെയുള്ള 2ാമത്തെ എപ്പിസോഡ്. ഇനി കുറച്ച് കാര്യം പറയാൻ വിചാരിച്ചു. ഭയങ്കര ബ്ലാ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് അടിച്ചാളെ. ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണാറുണ്ടായിരുന്നു. ഞാൻ കാണലുമുണ്ട്. അപ്പോൾ ഞാൻ അധികം തമിഴാണ് കാണാം. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ കുറേ അധികം കാത്തിരുന്ന് വിജയ് വോയിസ് എന്നൊരു ചേട്ടൻ്റെ വോയിസ് ഓവർ നല്ല രസമാണ്, നല്ല ഇഷ്ടം എനിക്ക്. ആ ചേട്ടൻ എല്ലാ മാസവും ഒരു 1-ാം തീയതി ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ കറണ്ട് കട്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ദിവസം ഉണ്ടാവാറുമില്ലായിരുന്നു. അങ്ങനെ ടോക്കി തമ്മിൽ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കാത്തിക്കും, എന്താ വരാത്ത എന്ത് പറ്റിയിട്ടുണ്ടാവുമോ. അതുപോലെ ഡ്രാമ ലവ് സിന്ധി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, കുറേ ആയി വീഡിയോസ് വന്നിട്ട്. അങ്ങനെ ഞാൻ കാത്തിക്കും. അതുപോലെ ഞാൻ എനിക്ക് അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ചുമ്മാ ഞാൻ അങ്ങനെ വിളപ്പോൾ എനിക്ക് ഇഷ്ടമാവുന്നില്ല, ബാക്കിയുള്ളവർ കേട്ടിട്ട് ഇഷ്ടമാവുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ 5 ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, എങ്ങനെയായാലും ആ കുട്ടി ആരായാലും അത് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഓക്കെ നമ്മളെ വോയിസും നമ്മളെ വീഡിയോസും കാണാൻ ആ ഒരു ഇതുണ്ടല്ലോ, ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ല രസം, നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഹാപ്പി ആയിരുന്നു. കേൾക്കാനും ആൾക്കാരുണ്ട്, ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് വരില്ല, അതുപോലെ എന്തൊരു സന്തോഷം. ഇഷ്ടമായി ഇത്രയാണ്. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് കാണാറൊക്കെ എവിടെയാണെന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഇത് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സീൻസൊക്കെ ഇങ്ങനെ വർത്താനം പറയാൻ ഇഷ്ടമല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ ബ്ലബ്ലോ അടിച്ചിരിക്കണം, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഇമ്പ്രൂവ് ആവും, നമുക്ക് 2 കോൺടാക്റ്റ് വരും, നമുക്ക് ഇങ്ങനെ കമ്പനി ആയല്ലോ. പിന്നെ എന്താണ് കുറേ സ്ഥലത്ത് വെള്ളപ്പൊക്കവും ഇത് ഉരുൾപൊട്ടൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സേഫാണോ, ഹാപ്പിയാണോ? ഓക്കെ, ബൈ. താങ്ക് യു. സേഫ് ആയിരിക്കുക. ഓക്കെ.